സോ ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. അപ്പം കുറേ നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് എന്ത് ഇടണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇടാത്തെ. അപ്പം ഇന്ന് നമ്മൾ ഒരു എക്സാം എഴുതാൻ പോവാണ്. ഒരു കോളേജിൻ്റെ ഒരു എൻട്രൻസ് എക്സാം. ഈ വർഷം ചുമ്മാ വെറുതെ ഇരുന്നാൽ മതിയോ? ഏതെങ്കിലും കോളേജിൽ അടുത്ത വർഷം കയറണ്ടേ? അപ്പം ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജർ എടുത്തതാണ്. അപ്പം കൊച്ചിയിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇപ്പോൾ ഒരു സമയം വാച്ച് ഓടുന്നില്ല, വാച്ച് ബാറ്ററി പോയി. ശേ 5:30 നല്ല സമയം. ശുഭം. ഇറങ്ങാൻ പോകുമ്പോൾ വാച്ച് ഓടുന്നില്ല. അപ്പോൾ സമയം രാവിലെ വെളുപ്പിന് 5:30. അപ്പം നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയിലാണ് എഴുതാൻ പോകുന്നത്. ഞാൻ എഴുതി കിട്ടുക, അത് വേറെ കാര്യം. അപ്പം വണ്ടി എടുക്കണം അവിടെ. അതുകൊണ്ട് ഇപ്പോൾ ഒരു കിണി അടിക്കാൻ നോക്കിയോ. എടാ ഇത് അല്ല, അത് അത്രയും റേഞ്ച് കിട്ടാത്തതാന്ന് തോന്നുന്നു. ബാ എനിക്ക് വാടാ, വണ്ടി എടുത്തിട്ട് വരാം. പേടിച്ചു പോയി. രാവിലെ എണ്ണീറ്റിട്ട് വാച്ച് അടിച്ചു പോയി, വണ്ടിയുടെ കീ അടിച്ചു പോയാൽ പിന്നെ പരീക്ഷയും പൊട്ടെന്ന് പറഞ്ഞു. പരീക്ഷ പൊട്ടത്തൊന്നുമില്ല. കാരണം എന്താ, അണ്ണനെ എഴുതുന്നേ. ഇന്നൊരു സംഭവം നടന്നു. ആദ്യമേ നിങ്ങൾ മീക്കെ ഒന്ന് നോക്കി. അയ്യോ പേടിച്ചു വിറച്ചയ്യോ. ഇന്ന് ഇവിടെ കിടക്കണം. കാരണം ഇന്ന് രാവിലെ 5 മണിക്ക് മുമ്പ് ഇനി അവൻ്റെ വീട്ടിൽ പോയി വിളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് താമസിക്കും. അപ്പം ഇന്ന് രാത്രി, അപ്പം ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ കിടക്കണം. ഇന്ന് രാവിലെ നമുക്ക് കൊച്ചി പോകണം. അപ്പം ഇങ്ങോട്ട് വണ്ടി എടുത്തിട്ട് തിരിച്ചു വരാൻ നേരം, എൻ്റെ വണ്ടിയായിരുന്നു. അപ്പം തിരിച്ചു വരാൻ നേരം മീക്കെ ഒന്ന് പോലീസ് പിടിച്ച്. ഇവൻ്റെ ലൈസൻസൊക്കെ ഉണ്ട്, പക്ഷേ ഇവൻ്റെ ഫോണിൽ ഡിജി ലോക്കറും ഇവൻ്റെ കയ്യിൽ ലൈസൻസൊന്നും ഇല്ല. ഫോണിൽ ഡിജി ലോക്കർ ഇവൻ്റെ സപ്പോർട്ട് ആകത്തില്ല, കാരണം ഇച്ചിരി പഴയ ഫോണായതുകൊണ്ട്. അപ്പോഴാണ് ഇവനെ പോലീസ് പിടിച്ചിട്ട് പോലീസുകാർ ലൈസൻസ് ഓരോന്നെടുന്നൊക്കെ പറയും. ഇപ്പോൾ ഇവൻ ലൈസൻസ് എടുക്കുന്ന പറയുമ്പോൾ അണ്ണൻ പറയുക നോക്കട്ടെ, അല്ല ലൈസൻസ് ഉണ്ടെന്ന് പറയില്ല. കാരണം ഇവൻ്റെ കയ്യിൽ, ഇവൻ്റെ ഫോണിൽ ഇവൻ്റെ ഡിജി ലോക്കർ ഇല്ലാത്തതുകൊണ്ട് എടുക്കാറില്ല. പിന്നെ അണ്ണനെ ഇങ്ങനെ വെച്ച് അണ്ണൻ്റെ ആധാർ കാർഡ് ഫോണിൽ കിടപ്പുണ്ട്, അത് കാണിച്ചു കൊടുത്ത് എന്നിട്ട് പറയുക നാളെ രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന്. എന്ന് വെച്ചാൽ സ്റ്റേഷനിൽ ലൈസൻസ് കൊണ്ടുവരണമെന്ന്. കാരണം ഉടായ്പല്ല കാണിച്ചതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇങ്ങനെ എടോ പോലീസ് പിടിച്ച് വിഷയമായി. ഇങ്ങനെ പറഞ്ഞു. ഒന്നുമേ പേടിച്ച് ഒന്ന് കാണാൻ കണ്ണൊക്കെ നിറഞ്ഞ്. എന്നിട്ട് ഇവനാണേ പിന്നെ എടാ നീ എന്തിനാ പേടിക്കുന്ന? നിൻ്റെ ലൈസൻസ് ഉണ്ടല്ലോ, നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അവർ സംശയത്തോടെ പിടിച്ചതല്ലേ, അതിനെന്ത് ഇത്ര വിഷയം? അവൻ ഇല്ലല്ലോ. എടാ എന്നിട്ട് പിന്നെ എന്തായാലും നമുക്ക് ഇന്ന് രാവിലെ 8 മണിക്ക് പോകാൻ പറ്റില്ല. കാരണം ഇന്ന് വെളുപ്പിന് നമ്മൾ എറണാകുളം പോവാം. അപ്പോഴാണേ എടാ ഇനി ആ സമയത്ത് അവർ വന്നില്ലെന്ന് പറയുക, ദേഷ്യം വല്ല പെടുവോ, എന്നെ പിടിച്ച് ജയിലിലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നിന്നെ എന്തിനാണ് ജയിലിൽ ഇടുന്നത് അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കും. ഇന്ന് രാവിലെ 8 മണിക്ക് പോകാൻ പറ്റിയില്ല, അവർ പിടിച്ചിട്ട് വന്നു. ഇനി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ലൈസൻസ് ഒന്ന് കാണിക്കും. ഇത് വലിയ കേസൊന്നുമല്ല. ഫൈൻ ഒന്ന് എന്തിനാ ഫൈൻ അടയ്ക്കുന്നവേ? ഇവനൊന്നും ചെയ്തില്ലല്ലോ. ഇനി ഫൈൻ അടപ്പിക്കുവാന്ന് എന്തുവാ ഒരു റൂൾ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അങ്ങനത്തെ റൂളില്ല. അപ്പോൾ സമയമില്ല, 5 മണി കഴിഞ്ഞ് കയറിങ്ങോട്ട്. അപ്പോൾ ഞാനും മീക്കുണ്ട് അവിടെ. മാതാജി അവിടെ നിൽക്കുന്നുണ്ടോ? അവിടെ ഇപ്പോൾ ഉണ്ട്. ബാബാ കയറ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് പകുതി ദൂരമോളം കവർ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങിയപ്പോഴേ ഒരുമാതിരി ബാഡ് അടിച്ചത്. ഞാൻ ഇവൻ്റെ അടുത്ത് ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ വാച്ച് കേടായി, പിന്നെ ആ റേഞ്ചിൽ മറ്റേ വണ്ടി ഓണായില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇവൻ്റെ അടുത്ത് എന്തോ ബാഡ് അടിക്കുന്നതെന്ന്. ഞാൻ പിന്നെ ഇറങ്ങി, ഞങ്ങളങ്ങോട്ട് വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി. ഞങ്ങളുടെ വീട്ടിൽ താഴെ ഒരു വീടുണ്ട്, കുക്കൂന്ന മാമാടെ വിളിക്കുന്ന. മാമാടെ ഓട്ടോയുടെ പേര് കുക്കൂന്ന. അപ്പോൾ എല്ലാവരും കുക്കൂന്നാണ് വിളിക്കുന്നത്. കാരണം മോളുടെ പേരെ കുക്കു, എന്നാലും ആ മാമ മരിച്ചുപോയി. അന്ന് ഇറങ്ങിയപ്പോഴേ ബാഡ്. പിന്നെ അന്ന് വരാൻ നേരം ഒരു ഷിഫ്റ്റ് പൊളിഞ്ഞ് ചമ്മന്തി ആയിരിക്കുന്നേയും ഒരു KSRTC പപ്പടമായിരിക്കുന്നേയും ഇത് സൈഡിൽ കിടക്കുന്നു ഇടിച്ചിട്ട്. ബാഡ് അടിച്ച്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പം ഞാൻ ഏത് കോളേജിൽ കയറണം നിങ്ങൾ പറ. ഞാൻ കുറേ കോളേജിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ SH ആണ്, ഈ സേക്രഡ് ഹാർട്സ് എന്ന് പറഞ്ഞ കോളേജുണ്ട്, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അവിടെ ഞാൻ പോയപ്പോൾ അവർ മെറിറ്റിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എക്സാമിൻ്റെ മാർക്കൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തപ്പം ഞങ്ങൾ ICC പഠിച്ചത്. ISC-കാർക്കെന്ന് വെച്ചാൽ ഈ ഒരു സബ്ജക്റ്റ് കളഞ്ഞിട്ടാണ് അവരുടെ പെർസെൻറ്റേജ് എടുക്കുന്നത്. അപ്പം ഞാൻ പക്ഷേ ഈ ഇവരുടെ സൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് 90% ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ സൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഇവർ എല്ലാ സബ്ജക്റ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പെർസെൻറ്റേജ് ആയിരുന്നു. അപ്പോൾ 85% ഉള്ളൂ. പക്ഷേ ഞാൻ ആദ്യത്തെ ഇത് വെച്ച് മാർക്ക് വെച്ച് അവിടെ ആ കോളേജ് ഒരു ദിവസം പോയായിരുന്നു.
അപ്പോൾ പറഞ്ഞപ്പോൾ മെറിറ്റ് കിട്ടും, എളുപ്പം മെറിറ്റ് കിട്ടാനുള്ള മാർക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉറപ്പായിട്ട് മെറിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അവിടെ മെറിറ്റ് കിട്ടുമെന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. പിന്നെ സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് കൊടുത്തിട്ടുണ്ട്. രാജഗിരി ഞാൻ നോക്കുന്നില്ല, എറണാകുളത്ത് തന്നെയാണ് നോക്കുന്നത്. കാരണം എറണാകുളത്ത് നല്ല കണ്ടന്റ് കിട്ടും. നമ്മുടെ ഈ നാട്ടിൽ ചുറ്റി പറ്റത്തൊന്നും നല്ല കണ്ടന്റ്സ് ഒന്നും കിട്ടത്തില്ല. കണ്ടന്റ് എടുക്കാനുള്ള സൊസൈറ്റി അല്ല, അത്ര നല്ല പോരാ. പക്ഷെ എറണാകുളം എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കണ്ടന്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് കൊടുത്തിട്ടുണ്ട്, സേക്രഡ് ഹാർട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജെയിൻ യൂണിവേഴ്സിറ്റി എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ എന്നാലും മറ്റേ രണ്ട് കിട്ടിയില്ലേ, ഇൻ കേസ് കിട്ടിയില്ലേ, സെൻറ്റ് ആൽബർട്ട്സ് ഞാൻ വലുതായിട്ട് നോക്കുന്നില്ല. SH കിട്ടിയില്ല, മിക്കവാറും ജെയിനിൽ കയറാനായിരിക്കും ചാൻസ്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഏത് കോളേജ് കൊടുക്കണം, പക്ഷേ 2 ദിവസത്തിനുള്ളിൽ പറയണം. അപ്പോഴത്തേക്ക് ഇത് 31-ാം തീയതി എന്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെ ക്ലോസ് ആവും എന്നാണ് പറയുന്നത്. വിശക്കുന്നു, ഇപ്പം 6:45. ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടില്ല, അതറിയാവോ. 2 റെഡ് ബുള്ള് വാങ്ങിച്ച് കുടിച്ചിട്ട് വേണം തിരിച്ച് ഓടിച്ചോണ്ട് വരാം, അല്ലേ എനിക്ക് പേടിച്ചു. പക്ഷെ ഞാൻ കണ്ണടച്ച വെറുതെ അവിടെ എത്തിയിട്ട് കഴിക്കാൻ കയറുമ്പോൾ കാണാം. അപ്പൊ നമ്മള് കഴിക്കാൻ വന്നിരിപ്പുണ്ട് ശരവണ ഭവനിലെ കയറിയെ. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ എടുക്കാൻ പോയപ്പം എന്റെ കൊളുത്തിട്ട് കൈ കാണേ ഇങ്ങനെ മനസ്സോടെ തൊലിയൊക്കെ പോകുമ്പം എനിക്ക് വല്ലാത്ത പലി. ഇതിങ്ങനെ നീറും. ഇനി എപ്പോഴും തൊലി പോയി. ഞാൻ ഓർഡർ ചെയ്തേ നെയ് റോസ്റ്റ്. അമ്മ എന്താ ഓർഡർ ചെയ്തേ? ഇഡ്ഡലിയോ? മീക്ക എന്താ ഓർഡർ ചെയ്തേ? നെയ് റോസ്റ്റ്. ഞാനൊന്ന് എനിക്കിതിന്റെ കൂടെ കിട്ടുന്ന ഉഴുന്നോടെ തന്നെ കഴിക്കും. നല്ല മൊരിഞ്ഞ ഉഴുന്നോടെയാണ് സ്വർഗം. കഴിക്കാൻ വരട്ടെ, എനിക്ക് കൈ മുറിഞ്ഞിട്ട്. ഇവിടാന്ന് ഇപ്പൊ ഇല്ല, മറ്റേ ടോണി ചായനില്ലേ, അച്ചൈൻസ് ഗോൾഡ് ചാരിറ്റി ചെയ്യുന്നേ, ആ പുള്ളിയെ കൂട്ട് കറക്റ്റ് ഇരിക്കുന്നത്. ഇനി അങ്ങനെ മോൻ വല്ലോ ആണോ അറിയത്തില്ല. ഇനിയിപ്പോ അങ്ങോട്ട് പോയി ഈ കടയുടെ ആരോയാ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അയാൾ വരുവാന്ന് കാണിച്ചു. അതുകൊണ്ട് വന്ന് എടുക്കെടുക്കെടുക്കെടു സൂം ചെയ്തെടുത്തോ. ഒരു 2x 5x എടുത്തോ. ടോണിച്ചാൻ്റെ മോനാന്നാ തോന്നുന്നത്. കിട്ടിയോ? മോൻ കിട്ടിയ നല്ല കറക്റ്റ് സമയമില്ലേ? ഞാൻ ആണ്ടെ സാധനം വന്നു നോക്ക്. നെയ് റോസ്റ്റ്, ചമ്മന്തി, ചുമന്ന ചമ്മന്തി, സാമ്പാർ. എനിക്കിത് ഇഷ്ടമല്ല. ഇത് 2ലാണ് കാര്യം. ഉഴുന്നോടെ എന്ത് ചേച്ചി എന്തെങ്കിലും ഉള്ളോ? വളർന്നില്ല, വരത്തില്ല പറയുന്നത്. വായി വെച്ചില്ല, അതിന് പിന്നെ വള്ളത്തില്ല. ഇതാണ് ഈ നമ്മളെ എവിടെ പോയാലും അവരുണ്ടാക്കുന്ന ഇതല്ലാതെ ഇഷ്ടമല്ല വേറെ. 3 വട, 1 വടയല്ലേ ചോദിച്ചുള്ളൂ. കുഴപ്പമില്ല, എല്ലാം കഴിക്കട്ടെ. എല്ലാം അടിച്ചു കയറി വാ. എന്നാ ചൂടുള്ള വട. നമുക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ? അയ്യോ, കുരുമുളകുള്ള ഇഷ്ടമല്ല. കുരുമുളകുള്ള വട ഇടയ്ക്കിടയ്ക്ക് കയറി കടിക്കും. എന്നാ തരാം, കഴിക്കട്ടെ. ഇനി ആദ്യത്തെ ബൈറ്റ് നോക്കട്ടെ. വെയിറ്റ്, ആദ്യത്തെ ബൈറ്റ് തന്നെടുത്തോട്ടെ. കുഴപ്പമില്ല. നമ്മൾ ഇവിടെ കോളേജിലെത്തിയോണ്ട് കാണിച്ചു കൊടുക്ക്. ജെയിൻ വലിയ ക്യാമ്പസ് ഒന്നും അല്ല, ചെറുതാ. എനിക്ക് അവരാണ്ട് ആ ഗേറ്റിൽ നിന്ന് ഒരു ID കാർഡ് തന്നു, ഇത് കാണിച്ചിട്ട് കയറാൻ. വാ ഇറങ്ങാം, വാ. അയ്യോ, വേന പോലും എടുത്തിട്ടില്ല. ഇങ്ങോട്ട് എന്താ ഒരു വേന സ്റ്റാൻഡേർഡ് കാണിക്കണ്ടേ. ചില പിള്ളേരൊക്കെ ഇവിടെ കോമ്പസും പ്രൊട്രാക്ടറും വരെ കൊണ്ടായിരിക്കും വന്നേ. ഞാൻ വേന പോലും ഇല്ലാതായിരുന്നു. ഞാൻ പോയി പരിചയം ചെയ്തിട്ട് ആ ഇറങ്ങി നോക്കിയേ. ഒരു വാട പോലെ കുഴപ്പമില്ല, കാണിച്ചോട്. ചെറിയ ക്യാമ്പസ് കേട്ടോ. ഞാൻ ജെയിൻ കുറെ ID പിള്ളേരാന്ന് തോന്നുന്നു. വല്ലാത്തൊരു ഫോർമല്. എന്തോ അങ്ങനെ വാട അടിക്കുമ്പോൾ കൊച്ചി എത്തിയെന്ന്. കൊച്ചിയിൽ വാടയോ? അങ്ങനെയൊന്നും പറയില്ല. കൊച്ചിക്കാരാണ് ഇട്ട് അലക്കും കേട്ടോ. അപ്പം ഞാൻ ഇത് കയറട്ടെ. ഇനി ഇത് ക്യാമറ ഒന്നും അലോടൊന്നും അല്ലായിരിക്കും. നമ്മളിവിടെ കൊണ്ടിരുത്തി. ഇപ്പം ഓൺലൈനായിട്ട് വേണം എക്സാം ചെയ്യുന്നത്. ഇവിടെ വന്നിട്ടല്ല, അവരിങ്ങോട്ട് ഇവിടെ എത്തിയപ്പോൾ ചോദിക്കുക ഓൺലൈൻ അല്ലായിരുന്നു, ഞാൻ പാർക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞേ ഞാൻ അങ്ങനെ വാക്കുപോലും കേട്ടിട്ടില്ല, ഓൺലൈനാണ്.
ഇപ്പോൾ എത്തിയപ്പം ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ എക്സാം. പിന്നെ ഇന്നിവിടെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യാൻ. ഇനി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളെ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളെ എവിടെ ആയിരിക്കും കാണുന്നത്? അങ്ങനത്തെ അത് വൈ യു ആർ സെലക്ടിങ് രീതിയാണ്. ആഫ്റ്റർ 10 ഇയേഴ്സ് എങ്ങനെ നിങ്ങളെ കാണണം, നിങ്ങൾ ഭാവിയിൽ ആലോചിക്കണം എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. ഒന്നും ഞാൻ ഇന്ന് ഇൻ്റർവ്യൂയുടെ കാര്യം പോലെ അറിഞ്ഞില്ല. ഒരു ലക്ഷം ഡ്രോപ്പ് എടുത്ത് ബിക്കോസ് മൈ ഇനിഷ്യൽ പ്ലാൻ വാസ് ടു ഗോ ടു ജർമ്മനി. ദെൻ ഐ ചേഞ്ച് മൈ ഡിസിഷൻ ഡ്യൂ ടു കോണ്ടന്റ് ക്രിയേഷൻ. Then I need to select a course which I can maintain both the content creation and my studies equally. So then I can രണ്ടെണ്ണത്തിനെയും കൂടെ ഒരു കൈ കൊണ്ട് നടക്കും. അപ്പം എക്സാം ഒക്കെ കഴിച്ചു. ഞാൻ പിന്നെ വീഡിയോ നടക്കാനെന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഈ ഈ കാറിലാണ് ഇച്ചിരി വെച്ച് ചാർജ് കയറുന്നുള്ളൂ. നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഭയങ്കര ഉറക്കം. അപ്പോൾ ഇച്ചിരി നേരം ഉറക്ക ക്ഷീണം. അപ്പം ഇച്ചിരി നേരം വണ്ടി സൈഡിലായിട്ട് വെച്ച് ഉറങ്ങിയിട്ട് റെഡ് ബുള്ള് വാങ്ങിച്ചിട്ട് കുടിച്ചോണ്ട് പോവാ. ഇനി നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. സത്യം, നമ്മളപ്പോൾ ആളെ മീറ്റ് ചെയ്യുമ്പോ കാണാം. അപ്പം ഞാൻ പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. എൻ്റെ നഷ്ടപ്പെട്ട ടിൻ ബ്രദർ ബ്രോ. സുഖല്ലേ? എന്റെ കമന്റ് സെക്ഷൻ തുറന്നാ പുള്ളിയേ ഉള്ളു. ഇപ്പൊ വെറുതെ എടാ ഞങ്ങളെ കണ്ട ഒരേപോലെ ഒന്നും അല്ല ഇരിക്കുന്നത്. സത്യം ഉമ്മയോട് ചോദിച്ചു ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ അക്മൽ. ഇത് റിപ്പോർട്ട് ശരിക്കുള്ള പേര് ശരിക്കുള്ള പേര് പറഞ്ഞിട്ടില്ല, ഇല്ലേ? റിവീൽ ചെയ്യത്തില്ല. അപ്പം ഇനി മുതൽ ഓർത്താണ് ഞാൻ അക്മൽ ഇത് ക്ലാസ്. അപ്പൊ എന്റെ കളഞ്ഞു പോയ ചേട്ടനുമായിട്ട് വിട പറയാണ്. ടാറ്റാ. പോവാ. ടാറ്റാ.